ദൈവത്തിന് സ്തുതി. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. നത്തിങ് ഈസ് ഇമ്പോസിബിൾ ടു ഗോഡ്. ലൂക്കായുടെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ 36-ാം വചനത്തിൽ ഗബ്രിയേൽ മാലാഖ മറിയത്തോട് പറയുന്നതാണ്, നത്തിങ് ഈസ് ഇമ്പോസിബിൾ ടു ഗോഡ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. മറിയത്തിൻ്റെ അരികിലേക്ക് ഗബ്രിയേൽ ദൈവദൂതൻ കടന്നു വന്നിട്ട് പറയുകയാണ്, മറിയമേ സ്വസ്തി. ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞവളെ എന്നാണ് വിളിക്കുന്നത്. ഈ കൃപ നിറഞ്ഞവളെ എന്തിനായിട്ട് ദൈവം തിരഞ്ഞെടുക്കുന്നു എന്ന് മറിയത്തോട് ഗബ്രിയേൽ മാലാഖ പറയുകയാണ്. നിന്നിൽ ഒരു പുത്രൻ ജനിക്കും, എമ്മാനുവേൽ, ദൈവത്തിൻ്റെ പുത്രൻ എന്ന് അവൻ വിളിക്കപ്പെടും. അപ്പോൾ മറിയം മാലാഖയോട് പറയുകയാണ്, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ, ഇത് എങ്ങനെ സംഭവിക്കും? തദവസരത്തിൽ മാലാഖ പറയുകയാണ്, ഗബ്രിയേൽ ദൈവദൂതൻ പറയുകയാണ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്നെ നിഴലിക്കും, ജനിക്കാൻ പോകുന്നവൻ എമ്മാനുവേൽ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇത് അവൾ വിശ്വസിക്കുകയാണ്. മറിയം ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് മാലാഖ പറയുന്നത്, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. നത്തിങ് ഈസ് ഇമ്പോസിബിൾ ടു ഗോഡ്. ഓൾ തിങ്സ് ആർ പോസിബിൾ ടു ഗോഡ്. മറിയം ഈ വചനം കേൾക്കുമ്പോൾ മറിയത്തിൻ്റെ ഉള്ളിൽ 100 അനുഭവങ്ങളുണ്ട്. കാരണം പഴയ നിയമം തോറായും നബീബും കിത്തുബീമും ജെറൂസലേം ദേവാലയത്തിൽ വെച്ച് മറിയം നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. ദൈവം എങ്ങനെയെല്ലാമാണ് ഇസ്രായേൽ ജനതയുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിച്ചതെന്ന് അവളുടെ ഹൃദയത്തിൽ പെരുമഴ പോലെ പെയ്തിറങ്ങുന്നുണ്ട്. ഫറവോന്റെ അടിമത്തത്തിൽ ജീവിക്കുന്ന കാലഘട്ടത്തിൽ മോശയെ ദൈവം തിരഞ്ഞെടുക്കുകയാണ്. ഇസ്രായേൽ ജനതയെ നയിച്ചുകൊണ്ട് ഈ മോശ പോവുകയാണ്. പോകുന്ന വഴിക്ക് ചെങ്കടൽ വരികയാണ്. തൻ്റെ കയ്യിലിരിക്കുന്ന വടി കൊണ്ട് ആ വെള്ളത്തിലൊന്ന് അടിച്ചപ്പോൾ ആ കടൽ രണ്ടായി, ചെങ്കടൽ രണ്ടായി മാറി. അതിനു മുമ്പ് ഇസ്രായേൽ ജനത ഭക്ഷണത്തിനു വേണ്ടി യാചിച്ചപ്പോൾ ആകാശത്തു നിന്ന് കാടപ്പക്ഷികളും മന്നയുമെല്ലാം പൊലിച്ചു കൊടുത്തത്, ദാനമായി നൽകിയത് ഈ മറിയത്തിൻ്റെ ഹൃദയത്തിൽ അറിയാം. തങ്ങൾക്ക് രാജാവായിട്ട് ദാവീദിനെ തെരഞ്ഞെടുത്തത് അവളുടെ ഹൃദയത്തിലുണ്ട്. അസാധ്യമായിരുന്ന ഒരു കാര്യമാണ് ദാവീദിനെ തെരഞ്ഞെടുക്കുന്നത്. ജെസ്സയുടെ മക്കളിലെ ഇളയ മകനാണ്. വലിയ കരുത്തും കഴിവുമുള്ള മക്കളൊക്കെ വന്നു, എന്നാൽ ഇവനല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് നടന്നതറിയാം. ഇസ്രായേൽ ജനതയെ മോചിപ്പിച്ചതറിയാം. ഇസ്രായേൽ ജനതയുടെ ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് അറിയാവുന്ന മറിയത്തിൻ്റെ മുമ്പിൽ ഗബ്രിയേൽ ദൈവദൂതൻ പറയുകയാണ്, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവരെ, ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, നിങ്ങളുടെ കടബാധ്യതകൾ മാറുമോ എന്ന്, നിങ്ങളുടെ ക്യാൻസറിൻ്റെ രോഗങ്ങൾ മാറുമോ എന്ന്, കിഡ്നി രണ്ടും ഫെയിലിയറായിരിക്കുന്ന അവസരത്തിൽ ഈ കിഡ്നി രോഗം മാറുമോ എന്ന്. എനിക്കറിയാവുന്ന ഒരു വൈദികനുണ്ട്. ആ വൈദികൻ എന്നും എന്നോട് പറയും, അച്ഛാ, ഞാനൊരു കിഡ്നി രോഗിയാണ്, എല്ലാ വഴികളും അടഞ്ഞിരിക്കുകയാണ്. ആ അവസരത്തിൽ അദ്ദേഹം ഹൈദരാബാദിന് യാത്ര ചെയ്യുമ്പോൾ ഒരു ഫോൺ വരികയാണ്, അച്ഛാ, അച്ഛനു ചേർന്ന കിഡ്നി ഒരു അപകടത്തിൽപ്പെട്ട മനുഷ്യനിൽ നിന്നും കിട്ടിയിരിക്കുന്നു. ആ കിഡ്നി ആ വൈദികന് മാറ്റിവെച്ച്
ഇന്ന് വർഷങ്ങളായി അദ്ദേഹം സമാധാനമായി ശാന്തമായി ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണ്, വാങ്ങി ഭക്ഷിക്കുവിൻ, വാങ്ങി കുടിക്കുവിൻ എന്ന് അരുളി ചെയ്തുകൊണ്ട് ബലിയർപ്പണം നടത്തുകയാണ്. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഈ വചനം കേൾക്കുന്ന ഹിന്ദുക്കളുണ്ട്, മുസ്ലിം സഹോദരങ്ങളുണ്ട്, വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ടവരുണ്ട്. അതൊക്കെ അവരുടെ മനസ്സിനകത്തുണ്ട്. ദൈവത്തിന് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. നത്തിങ് ഈസ് ഇമ്പോസിബിൾ ടു ഗോഡ്. ദേ ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് ഇൻ ദെയർ ലൈഫ്. അതുകൊണ്ട് ഈ വചനം കേൾക്കുന്നവര് ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന് ഗബ്രിയേൽ ദൈവദൂതൻ മറിയത്തോട് പറയുന്നത് നിങ്ങളുടെ ഹൃദയത്തിൽ 100 പ്രാവശ്യം പറയുമ്പോൾ ആ മറിയത്തോട് ഗബ്രിയേൽ മാലാഖ പറഞ്ഞ വചനം നടക്കും. ആ വിശ്വാസം കൊണ്ടാണ് കാനായിലെ കല്യാണ വിരുന്നില് മറിയം അവിടെയുള്ളവരോട് പറയുന്നത്, അവൻ പറയുന്നത് ചെയ്യുവിൻ. അവൻ എന്താ പറഞ്ഞത്? ആ ജോലിക്കാരോട് പറഞ്ഞു, ആ കൽഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ. അസാധ്യമായ ഒരു കാര്യം. കിണറ്റിൽ കിടക്കുന്ന വെള്ളം കോരി എടുത്ത് ഈ കൽഭരണികളിൽ നിറച്ചിട്ട് പകർന്നു കൊടുക്കൂ എന്നൊരു വചനം പറയുമ്പോൾ അത് മേൽത്തരം വീഞ്ഞായിട്ട്, നല്ല വീഞ്ഞായിട്ട് മാറും. ദൈവത്തിനൊന്നും അസാധ്യമല്ല. ഓർക്കുന്നുണ്ട്, 50 വയസ്സോളം പ്രായമുള്ള ഒരു കുടുംബം, അവർ ബോംബെയിൽ സെറ്റിൽഡാണ്, ബോംബെയിലുള്ളവരാണ്. എന്നോട് പറയുക, അവർക്ക് കുഞ്ഞുങ്ങളില്ല. ഞാൻ എന്നും പ്രാർത്ഥിക്കും. ഒരു ദിവസം കുർബാന കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങി വരുമ്പോൾ അവരുടെ പിതാവിനോട് പറഞ്ഞു, ഇന്ന് ആ സഹോദരിക്ക് കുഞ്ഞ് ജനിക്കും, അവന് എമ്മാനുവേൽ എന്ന് പേര് ഇടണം. അതുപോലെ അവർക്ക് കുഞ്ഞുണ്ടായി ഒക്ടോബർ മാസം. അപ്പോൾ ദൈവത്തിനൊന്നും അസാധ്യമല്ല. കടബാധ്യതകളുള്ളവർ വരും, അവരോട് പറയും. കർത്താവ് യോഹന്നാന്റെ സുവിശേഷത്തിൽ 21-ാം അധ്യായത്തിൽ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതിരിക്കുന്ന മനുഷ്യരോട് പറയുക, കുഞ്ഞുങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ, അപ്പസ്തോലന്മാരെ, നിങ്ങൾക്ക് വല്ലതും ലഭിച്ചോ? ഇല്ല കർത്താവേ. വഞ്ചിയുടെ വലതുവശത്ത് വീശാൻ കടൽക്കരയിൽ നിൽക്കുന്ന യേശു ആ കടലിൻ്റെ അടിയിൽ കിടക്കുന്ന മത്സ്യമുണ്ട്, ആ വലയെത്തുന്നിടത്തോളം ദൂരത്ത് അവർക്ക് മീനുണ്ട് എന്ന് പറയുകയാണ്. ആ വിശ്വാസത്തോടെ അവർ വീശിയപ്പോൾ വഞ്ചി മുങ്ങുവോളം വലിയ മീനുകളാണ് ലഭിച്ചത്. ദൈവത്തിനൊന്നും അസാധ്യമല്ല. എനിക്ക് എവിടെ നിന്നൊരു വീട് കിട്ടും എന്ന് ചിന്തിക്കുന്ന മനുഷ്യരുണ്ട്. എടത്തുവായിൽ, അവിടെ അടുത്തുള്ള ഒരു പള്ളിയിൽ ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തി എന്നോട് വീട്ടിൽ ചെന്നപ്പോൾ പറഞ്ഞു, അച്ഛാ, ഞങ്ങൾക്ക് വീടില്ല. ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, 57-ാം സങ്കീർത്തനം 1-ാം വചനമെടുത്ത് നിങ്ങൾ ഇങ്ങനെ ചൊല്ലുക, കർത്താവേ കൃപയാകണമേ, കർത്താവേ കൃപ തോന്നണമേ, വിനാശത്തിന്റെ കൊടുങ്കാറ്റ് ശമിക്കുന്നത് വരെ അങ്ങയുടെ ചിറകിന്റെ കീഴിൽ ഞാൻ അഭയം പ്രാപിക്കുന്നു. എല്ലാ ദിവസവും പ്രാർത്ഥന കഴിഞ്ഞിട്ട് ജപമാല എടുത്തിട്ട് ഈ വ്യക്തിയും ഇവരുടെ ഭാര്യയും മക്കളും ഒരുമിച്ച് നിന്നുകൊണ്ട് മുട്ടിന്മേൽ നിന്നിട്ട് പ്രാർത്ഥിക്കുക, കർത്താവേ കൃപയാകണമേ, കർത്താവേ കൃപ തോന്നണമേ, വിനാശത്തിന്റെ കൊടുങ്കാറ്റ് ശമിക്കുന്നത് വരെ അങ്ങയുടെ ചിറകിന്റെ കീഴിൽ ഞാൻ അഭയം പ്രാപിക്കുന്നു. 300 ദിവസം അവർ പ്രാർത്ഥിച്ചപ്പോൾ ഒരു മനുഷ്യൻ സെന്റിന് 4 ലക്ഷം രൂപ വിലയുള്ള ഭൂമി, 10 സെന്റ് ഭൂമി ഈ മനുഷ്യന് കൊടുക്കാൻ തയ്യാറായി. ആളുകളെ ഇവന്റെ ശുശ്രൂഷകൾ ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. വലിയ ആളുകളെ കൊണ്ടുവന്ന് വചനം പങ്കുവയ്ക്കുന്ന മനുഷ്യനാണ്. ഈ മനുഷ്യൻ എന്നെ തന്നെ പല പ്രാവശ്യം വിളിച്ചിട്ടുണ്ട് ശുശ്രൂഷയ്ക്കായിട്ട്. ആ മനുഷ്യന് ഒരു വീട് കൂടി വെച്ചു കൊടുക്കാൻ ജനങ്ങൾ തയ്യാറായി. ദൈവത്തിനൊന്നും അസാധ്യമല്ല. ലൂക്കായുടെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ 46-ാം വചനത്തിലാണ് പറയുന്നത്, ദൈവത്തിനൊന്നും അസാധ്യമല്ല. ലൂക്ക 1:36 പറയുക, ദൈവത്തിനൊന്നും അസാധ്യമല്ല. ഈ വചനം കേൾക്കുന്ന കടബാധിതരെ, രോഗികളെ, തകർച്ച അനുഭവിക്കുന്നവരെ,
മറിയത്തോട് മാലാഖ പറഞ്ഞ ആ വചനം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആത്മാവില് 1000 പ്രാവശ്യം നിങ്ങൾ ആവർത്തിച്ച് ചൊല്ലുമ്പോൾ ദൈവത്തിൻ്റെ ഇടപെടല് നിങ്ങളുടെ കുടുംബത്തില്, നിങ്ങളുടെ സമൂഹത്തില്, ഞങ്ങളുടെ ജീവിതത്തില് ഇടപെടുകയാണ്. ഞാൻ ഈ വചനം പങ്കുവെച്ചുകൊണ്ടിരിക്കുമ്പോൾ വിവാഹം കഴിഞ്ഞിട്ട് 7 വർഷമായി എന്ന് പറയുന്ന ആ വ്യക്തികൾക്കൊക്കെ കർത്താവ് ഈ മാസം തന്നെ, ഈ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ തന്നെ, ജനുവരി മാസത്തിൽ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇടപെടും. കർത്താവ് നിങ്ങൾക്ക് കുഞ്ഞിനെ തരും. വീട് പണിയാൻ സാധ്യമല്ല എന്ന് കരുതുന്നവർക്ക് ദൈവത്തിൻ്റെ വഴികൾ തുറന്നു തരും. മിനിങ്ങാന്ന് ഞാൻ ഒരു വീട്ടിൽ പോയിരുന്നു. വളരെ രോഗം ബാധിച്ച ഒരു കുടുംബമായിരുന്നു. തമ്പുരാൻ ആ കുടുംബത്തെ രക്ഷിച്ചതും ഇന്ന് ഇടുക്കിയിൽ നിന്ന് തൊടുപുഴയിൽ വന്ന് താമസിക്കുന്നതും അവരുടെ അത്താഴം കഴിച്ചതുമെല്ലാം നന്ദിയോടെ ഓർക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനം കേൾക്കുന്നവര് എന്നോടൊപ്പം തന്നെ കൈകൂട്ടി പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. പ്രത്യേകിച്ച് മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളാണ്. കാരുണ്യവാനായ യേശുവേ, മക്കളില്ലാത്ത എല്ലാ മക്കളെയും ഈ അവസരത്തിൽ സമർപ്പിക്കുന്നു. മറിയത്തിന്റെ ഉദരത്തില് ഉണ്ണീശോ ഇല്ലാത്ത ഒരു അവസരത്തിലാണല്ലോ ഗബ്രിയേൽ ദൈവദൂതൻ വന്ന് പറഞ്ഞത്, നന്മ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഈ അവസരത്തിൽ ഈ വചനം കേൾക്കുന്ന മക്കളില്ലാത്ത ദമ്പതിമാരുടെ ജീവിതത്തിലേക്ക് കർത്താവ് നിന്നോടുകൂടെ എന്നുള്ള വചനം അവരുടെ മനസ്സിലേക്ക് നൽകുന്നതിന് നന്ദി പറയുന്നു. ദൈവമേ നന്ദി, ദൈവമേ ആരാധന. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഈ മക്കളിലേക്ക് അയക്കണമേ. ക്രിസ്ത്യാനികളായ എല്ലാ മക്കളും മാമോദീസായിലൂടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചിട്ടുണ്ടല്ലോ. മറ്റുള്ള മക്കളിലേക്കും ആത്മാവ് കടന്നു വരട്ടെ. ജോയൽ പ്രവാചകനിലൂടെ അരുളി ചെയ്തല്ലോ, എല്ലാവരുടെ മേലും ഞാൻ പരിശുദ്ധാത്മാവിനെ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. യുവാക്കൾക്ക് ദർശനങ്ങളുണ്ടാകും. ആ നാളുകളിൽ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, മക്കളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി ഞാൻ അവരുടെയൊക്കെ മനസ്സിലേക്ക് എൻ്റെ കരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, മക്കളെ കൊടുക്കണമേ, കൃപയാകണമേ, കൃപ തോന്നണമേ. വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് ശമിക്കുന്നത് വരെ അങ്ങയുടെ ചിറകിൻ്റെ കീഴിൽ ഞാൻ അഭയം പ്രാപിക്കുന്നു. ഒരു നിമിഷം നിങ്ങൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കട്ടെ. ഈ ഡിസംബർ മാസം തന്നെ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇൻ ദ നെയിം ഓഫ് ഫാദർ ആൻഡ് ഓഫ് ദ സൺ ആൻഡ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഗോ ഇൻ പീസ്. സ്നേഹമുള്ളവരെ, ഇത് നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം.